ചെറിയ ഫീച്ചർ ഡിഫറൻസിലും ഈ ഒരു ഹ്യൂജ് പ്രൈസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഹായ് നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ഹോണ്ടയുടെ ബിഗ് വിങ് ഷോറൂമിലാണ്, നമ്മുടെ ബൈക്കിന് 2 വീലർ സെക്ഷൻ്റെ. അപ്പോൾ ബിഗ് വിങ്സിൽ നമ്മൾ നേരത്തെ ഒരു ഏറ്റവും റീസെൻ്റ് ആയിട്ട് വീഡിയോ എന്നത് CB350യുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ 2 വേരിയൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ അന്ന് ആ ഒരു സമയത്ത് നമ്മുടെ സൗത്ത് ഏരിയയിലേക്ക് ഒരു വേരിയൻറ്റ് മാത്രം ടോപ്പ് എൻഡ് വേരിയൻറ്റ് മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ DLX Pro എന്ന് പറഞ്ഞ വേരിയൻറ്റ്, നമ്മൾ ഹൈനസിലൊക്കെ പറയുന്ന പോലെ ആ ഒരു വേരിയൻറ്റ്. പക്ഷേ DLX എന്ന് പറഞ്ഞ വേരിയൻറ്റ് അന്നും ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് അത് എത്തിയിരുന്നില്ല. ഇപ്പോൾ അത് എത്തിയിരിക്കുകയാണ്. എത്തിയപ്പം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലൂടെയാണ് അത് എത്തിയിരിക്കുന്നത്. വെച്ചാൽ ഒരു 2 ലക്ഷത്തിൽ താഴെ. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും, ഇൻഷുറൻസിലൊരു ചെറിയ വേരിയേഷൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു 2 വേരിയൻറ്റ് തമ്മിൽ ഫീച്ചറിലൊരു 4 ഫീച്ചർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30,000 രൂപയുടെ വ്യത്യാസം ഈ 2 വേരിയൻറ്റ് തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചറിലും വ്യത്യാസം വരുന്നില്ല. പക്ഷേ നമുക്ക് ആ ഒരു എക്സാക്ട് സെയിം വണ്ടി തന്നെ പറയാം. ചെറിയ ചെറിയ കളർ ഡിഫറൻസ്, അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങളെ മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു മാറ്റത്തിൽ ഇത്രത്തോളം നല്ലൊരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ CB350 ആണ്. ഇത് DLX Pro വേരിയൻ്റ് ആണ്. DLX മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല, ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ മഡ്ഗാർഡ് നമ്മൾ CB350 വന്നപ്പോൾ കണ്ടെയാണ് ക്രോമൊക്കെ മാറിയിട്ട് ബോഡി കളറിൽ വന്നു എന്നുള്ളത് അന്ന് നമ്മൾ പറഞ്ഞൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറിലേക്ക് മഡ്ഗാർഡ്, ഫ്രണ്ടിലെയും ബാക്കിലെയും മഡ്ഗാർഡ് ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്ത ഫ്രണ്ടിലെ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാലും ഈ ഒരു ക്രോം ഫിനിഷിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ഹെഡ്ലൈറ്റിന് ചുറ്റുമുള്ള ഇത് മാറിയിട്ട് ഇത് ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അടുത്ത മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, സീറ്റിൻ്റെ കളർ ഒരു ബ്രൗൺ കളറിലേക്ക് കൊണ്ടുവന്നത്. കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീല് ആ ഒരു സീറ്റിനകത്ത് കൊണ്ടുവന്നിരുന്നു. അതും ബ്ലാക്ക് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ DLX എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ DLX Proയിൽ ഉണ്ടായിരുന്ന ഒരു പാനിക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 2 ബ്രേക്ക് കൂടെ നമ്മൾ പിടിക്കുന്ന സമയത്ത് എല്ലാ ഇൻഡിക്കേറ്ററും ഒരുമിച്ച് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ബാക്കിലുള്ള ആൾക്കും ഫ്രണ്ടിലുള്ള ആൾക്കും ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി അതും ഈ ഒരു വെർഷനിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അത് മാറിയിരിക്കുന്നത്. ഒന്ന് കളറാണ്. ആ പാട് ഈ ഒരു സെൻസറിൻ്റെ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളൂ. ബാക്കിയെല്ലാം കളറിലാണ്. നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ ചെയ്യാവുന്ന കാര്യം കൂടിയാണ്. അത് ഇവിടെ വെച്ച് പറഞ്ഞെങ്കിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി ഈ വണ്ടിയുടെ ഒരു സ്പെക്ക് എന്ന് പറഞ്ഞാൽ ഹൈനസുമായിട്ട് വളരെ സാമ്യമുള്ളൊരു വണ്ടി തന്നെയാണ്. 350cc തന്നെയാണ് വരുന്നത്. ഏകദേശം 21 bhp പവർ വരുന്നുണ്ട്. 29.4 ടോർക്ക് വരുന്നത്. അത് നമുക്കൊരു 3000 RPM കിട്ടും. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഹൈനസിൻ്റെ ഒക്കെ കിട്ടുന്ന ഒരു സെയിം മൈലേജ് തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈലേജ്. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് 240 വരുന്ന ഒരു ഡിസ്ക് ബ്രേക്ക്, അതുപോലെ 18 ഇഞ്ച് വരുന്ന വീൽ സൈസും കാര്യങ്ങളൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 310 mm വരുന്ന ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. 19 ഇഞ്ചാണ് വീൽ സൈസ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ ഡ്യുവൽ ചാനൽ ABS ഉണ്ട് എന്നുള്ളത് ഒരു നല്ലൊരു അട്രാക്ഷനാണ്. 15.2 ലിറ്ററാണ് ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഈ ഒരു വർഷം വന്നപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് പോലും ഫ്ലാറ്റ് ഫുട്ട് ചെയ്യുക. ഏകദേശം 687 mm മാത്രമേ നമ്മുടെ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. പക്ഷേ ഇത്ര സീറ്റ് ഹൈറ്റ് കുറവായിട്ടും നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസിന് ഒട്ടും കുറവ് വരുന്നില്ല. 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ലെങ്ത് കുറച്ചുകൂടെ കൂടുതലാണ്. 2.2 മീറ്റർ അടുത്തുള്ള ലെങ്ത് വണ്ടിക്ക് ടോട്ടലി വരുന്നുണ്ട്. അപ്പോൾ കുറേ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അക്കാര്യത്തിലൊന്നും ഹോണ്ട യാതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കളർ ഓപ്ഷൻ DLX Proയിൽ നമുക്ക് 5 കളർ വരുന്നുണ്ടെങ്കിൽ DLXൽ ഈ ഒരു 5 കളറും അവൈലബിൾ ആണ്. ഷോറൂം പ്രൈസ് പല വീഡിയോയിലും പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഓൺ റോഡ് പ്രൈസ് വേണം. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് പറയാം. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,86,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മുടെ DLX ഇപ്പം വന്നിരിക്കുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് നേരത്തെ ഉള്ള വേരിയൻ്റാണ്. നമ്മുടെ ഈ ഒരു മാർക്കറ്റിലേക്ക് ഇപ്പോഴാണ് വന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രൈസ് വരുന്നത് 2,51,000 രൂപ. അപ്പം 30,000 അല്ല, അതിന് മുകളിലുള്ള ഡിഫറൻസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടും. ചെറിയ ഫീച്ചർ ഡിഫറൻസിൽ ഈ ഒരു ഹ്യൂജ് പ്രൈസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 വീലർ മാർക്കറ്റിൽ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ വണ്ടിക്കകത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഹൈനസിൽ വന്നപ്പോൾ നമുക്ക് കസ്റ്റം പാക്കേജുകൾ അവൈലബിൾ ആണ്. നമുക്ക് ബാക്കിൽ കണ്ട പല കസ്റ്റം പാക്കേജുകളുണ്ട്. അതിൽ 2 കസ്റ്റം പാക്കേജാണ് നമുക്ക് CB350 വരുന്നത്. ഒന്ന് കംഫർട്ട് എന്ന് പറഞ്ഞൊരു കസ്റ്റം പാക്കേജ്, പിന്നെ നമ്മുടെ സോളോ കരിയർ എന്ന് പറയുന്ന കസ്റ്റം. ഈ 2 പാക്കേജ് നമുക്ക് DLXലും DLX Proയിലും ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് അങ്ങനെ നമുക്ക് വണ്ടിയെ കുറച്ച് ഇറക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അടിപൊളിയാക്കി ഇറക്കാം. പിന്നെ മറ്റൊരു മാറ്റം നമ്മുടെ ഹോണ്ട ബിഗ് വിങ്സിൽ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വണ്ടികൾ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന 2 വണ്ടികൾ നമ്മുടെ ബിഗ് വിങ്സിൽ വന്നു. വെച്ചാൽ റെഡ് വിങ്സിലുണ്ടായിരുന്ന വണ്ടിയാണ്, അത് ബിഗ് വിങ്സിലേക്ക് വന്നു. വെച്ചാൽ പ്രീമിയം കാറ്റഗറിയിലേക്ക് വന്നു എന്നതാണ്. ഒന്ന് നമ്മുടെ CB200. ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,85,000 രൂപയാണ്. ഇനി മറ്റൊരു വണ്ടി നമ്മൾ ഹോർണറ്റ് 2.0, അതും നമ്മുടെ ബിഗ് വിങ്സിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് 1,76,000 രൂപയാണ്. ഓൺ റോഡ് പ്രൈസാണ് പറഞ്ഞത്. ഇത് എക്സ്റ്റൻഡഡ് വാറണ്ടി ഉൾപ്പെടെയുള്ള പ്രൈസാണ് ഞാനീ പറഞ്ഞത്.
അപ്പോൾ കുറച്ചുകൂടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് പോയി നിങ്ങൾക്ക് വണ്ടി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയായി. പിന്നെ ബിഗ് വിങ്സിൽ കുറച്ചുകൂടെ വണ്ടികളും കൂടിയായി എന്നുള്ളതാണ് പുതിയ ഏറ്റവും വലിയ അപ്ഡേറ്റ് ഈ ഒരു സെഗ്മെൻറ്റ് വന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ പറഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓഫറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു മാസം. അപ്പോൾ അതും നമ്മുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.